പശ്ചിമേഷ്യൻ കടലിടുക്കുകളിൽ വീണ്ടും പോരാട്ടത്തിന്റെ അലയടികൾ ഉയരുകയാണ്. അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ രണ്ടാം ഘട്ട ഉപരോധം ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ നിശ്ചലമാകുമ്പോൾ ഇറാനിന്റെ മണ്ണിൽ നിന്നും മുഴങ്ങുന്നത് യുദ്ധത്തിന്റെ കനത്ത മുന്നറിയിപ്പുകളാണ്. ഹോർമൂസ് കടലിടുക്ക് വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ സമുദ്രപാതയിലാണ് ഇപ്പോൾ ലോകത്തിന്റെ കണ്ണ്. അവിടെ ഏതൊരു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു യുദ്ധഭീതി ഉണ്ട്. പ്രകോപനമില്ലാതെ ഇവിടേക്ക് കടന്നു വരുന്ന അമേരിക്കൻ കപ്പലുകളെ നിഷ്പ്രഭമാക്കാൻ ഇറാന്റെ തീരദേശ മിസൈൽ നിരകൾ സജ്ജമായി കഴിഞ്ഞു. നൂർ, ഗാദിർ അത്യാധുനിക ക്രൂയിസ് മിസൈലുകളും 300 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഖാലിജ് ഫാർസ് ബാലിസ്റ്റിക് മിസൈലുകളും ഏത് നിമിഷവും വിക്ഷേപിക്കാൻ പാകത്തിൽ ലക്ഷ്യം കുറിച്ചു നിൽക്കുന്നു. അമേരിക്കയുടെ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് സങ്കീർണവുമെന്നാൽ ചെലവ് കുറഞ്ഞതുമായ യുദ്ധതന്ത്രങ്ങളുമാണ്. 5000-ലധികം നാവിക മൈനുകൾ, ആഴക്കടലിൽ നിശബ്ദരായിട്ട് നീങ്ങുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ, പെട്ടെന്ന് ആക്രമിച്ച് പിൻവാങ്ങുന്ന അതിവേഗ ബോട്ടുകൾ, ശത്രുവിന്റെ റഡാറുകളെ വെട്ടിക്കുന്ന കില്ലർ ഡ്രോണുകൾ, പശ്ചിമേഷ്യൻ കടൽ പാതകളെ ഒന്നാകെ അപായ മേഖലയിലാക്കി മാറ്റാൻ ഇറാന് വലിയ സൈനിക ശക്തിയുടെ പോലും ആവശ്യമില്ല. എന്നാൽ പോരാട്ടം കടലിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഉപരോധങ്ങൾ കൊണ്ട് തങ്ങളെ തളർത്താമെന്ന അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളെ ഇറാൻ കാറ്റിൽ പറത്തുന്നത് സമാന്തര കരമാർഗങ്ങളിലൂടെയാണ്. റഷ്യയും ചൈനയുമായി ചേർന്ന് രൂപീകരിച്ച ബദൽ വ്യാപാര ശൃംഖലകൾ അമേരിക്കൻ ഉപരോധത്തെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കുന്നു. 7200 കിലോമീറ്റർ നീളുന്ന അന്താരാഷ്ട്ര വടക്ക് തെക്ക് ഗതാഗത ഇടനാഴിയും റഷദ് അസ്താറ റെയിൽവേയും സൂയസ് കനാലിനെ പോലും നിഴലിലാക്കി ചരക്കു നീക്കം സുഗമമാക്കുന്നു. കാസ്പിയൻ കടലിലൂടെ റഷ്യയിൽ നിന്നുമുള്ള ആവശ്യ സാധനങ്ങൾ തടസ്സമില്ലാതെ ഇറാനിലേക്ക് ഒഴുകുമ്പോൾ അതിനെ അവർ വിളിക്കുന്നത് ഉപരോധ വിരുദ്ധ ഇടനാഴി എന്നാണ്. ചൈനയിൽ നിന്നും മധ്യേഷ്യ വഴി ഇറാനിലെ മഷാദിലേക്ക് എത്തുന്ന 10400 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയും ചൈനീസ് യുവാനിലുള്ള വ്യാപാരവും അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യത്തിന് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കുകയാണ്. നയതന്ത്ര ചർച്ചകൾ ഒന്നൊന്നായി പരാജയപ്പെടുകയും പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തകരുകയും ചെയ്തതോടെ അമേരിക്ക ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ പ്രതിസന്ധിയിലാണ്. കൂടുതൽ സൈനികരെ അയച്ച് ഈ കനൽക്കാറ്റിലേക്ക് എടുത്തു ചാടണമോ അതോ നാണം കെട്ട് പിൻവാങ്ങണമെന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കാം. അമേരിക്കൻ കമാൻഡറുകളുടെ മേശപ്പുറത്തെ മാപ്പുകളിൽ ഇപ്പോൾ ആശങ്കയുടെ കറുത്ത വരകളാണ്. ഇറാന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തന്ത്രങ്ങൾ പാളിയ ലോകത്തിന്റെ മഹാശക്തി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു. പശ്ചിമേഷ്യയുടെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം രചിക്കപ്പെടുകയാണ്.